ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. തേനീച്ചകളെ നാം ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൽ മനുഷ്യരായ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. തേനീച്ചയിൽ നിന്നും നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ ഭദ്രമാക്കുന്നതിന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കല്ലെടുത്ത് അതുകൊണ്ട് നാം ഒരു നായയെ എറിയുകയാണെങ്കിൽ ആ നായ നമ്മളിൽ നിന്ന് പേടിച്ച് ഓടിപ്പോകുന്നത് കാണാം. അതേ കല്ലുകൊണ്ട് തന്നെ നാം ഒരു തേനീച്ചക്കൂട്ടിലേക്ക് എറിയുകയാണ് എങ്കിൽ അപ്പോൾ മനസ്സിലാകും ആ തേനീച്ചകൾ നമ്മുടെ അവസ്ഥ എന്താക്കുമെന്ന്. ഈ രണ്ടു പ്രവൃത്തികളിലും കല്ല് ഒന്ന് തന്നെയാണ്, എറിഞ്ഞ ആളും ഒന്ന് തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം എന്നത് നായ തനിച്ചായിരുന്നു എന്നുള്ളതും തേനീച്ചകൾ കൂട്ടത്തോടെ ആയിരുന്നു എന്നതുമാണ്. ആകയാൽ കൃത്യമായ സംഘബോധത്തോടെയും വ്യക്തമായ ലക്ഷ്യബോധത്തോടെയും കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ, കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്നതാണ്. ദൈവം നൽകുന്ന അണുനിമിഷത്തിലെ ഓരോ ചെറിയ അനുഗ്രഹങ്ങൾക്കും വളരെ കൃത്യമായി നന്ദിയുള്ളവരായി തന്നെ ജീവിക്കണം. നന്ദി എന്നത് തന്നെയാണ് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ സംതൃപ്തിയിലേക്കുള്ള വ്യക്തമായ വഴി.